പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ Canonന്റെ ന്യൂ മോഡൽ ആൾ-ഇൻ-വൺ ഇങ്ക് ടാങ്ക് കളർ പ്രിന്ററായ Canon Pixma G3770 എന്ന പ്രിന്ററിന്റെ ഡ്രൈവർ എങ്ങനെ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കാമെന്നതിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ്. വീഡിയോ കാണുന്ന മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോകാം. ഏതെങ്കിലും ഒരു ബ്രൗസർ ഓപ്പൺ ചെയ്ത് അവിടെ ഗൂഗിളിൻ്റെ ഹോം പേജ് എടുത്തതിന് ശേഷം Canon സപ്പോർട്ട് ഇന്ത്യ എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുക. പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ മോഡൽ പ്രിൻ്റർ നിങ്ങൾ ഡ്രൈവർ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ആദ്യം തന്നെ നിങ്ങൾ കമ്പ്യൂട്ടറും പ്രിൻ്ററും തമ്മിൽ USB കേബിൾ വഴി കണക്റ്റഡ് ആയിരിക്കണം. ഓക്കെ, ഇവിടെ കുറേ വെബ്സൈറ്റുകൾ വന്നിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് കാണുന്ന വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക. ആവശ്യമുള്ള ഫയൽ ഡൗൺലോഡ് ചെയ്യാൻ ഏറ്റവും എളുപ്പമുള്ള വഴിയാണ് നമ്മളിവിടെ ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ ഇവിടെ സെർച്ച് ബൈ മോഡൽ നെയിം എന്നുണ്ടല്ല, അവിടെ നമ്മളെ പ്രിൻ്ററിൻ്റെ മോഡൽ ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ താഴെ പേര് കാണിക്കുന്നതാണ്. ജസ്റ്റ് അതൊന്ന് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്യുന്നതോടുകൂടി പേജ് നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോകുന്നതാണ്, അല്ലെങ്കിൽ നെക്സ്റ്റ് പേജിലേക്ക് പോകുന്നതാണ്. അവിടെ നമുക്ക് ആവശ്യമുള്ള ഫയൽ ഡൗൺലോഡ് ചെയ്യാനുള്ള ഫയലിൻ്റെ സെക്ഷനാണ് ഈ എത്തിയിട്ടുള്ളത്. ഇവിടെ ആദ്യം ചെയ്യാനുള്ളത് നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏതാണെന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കണം. കുഴപ്പമില്ലാത്ത നല്ല പുതിയ വെർഷൻ PC കമ്പ്യൂട്ടറൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇതേപോലെ വിൻഡോസ് 10 64 ബിറ്റ് ബ്രാക്കറ്റ് ഡിറ്റക്റ്റഡ് ആണ് കാണിക്കുന്നുണ്ടാവും. അല്ല, നിങ്ങളെ വിൻഡോസിൻ്റെ വെർഷൻ ഏതാണോ അത് ഇതേപോലെ ബ്രാക്കറ്റിൽ ഡിറ്റക്റ്റഡ് ആണ് കാണിക്കുന്നതായിരിക്കും നിങ്ങളെ വിൻഡോസ് വെർഷൻ വരിക. ജസ്റ്റ് അതൊന്ന് സെലക്ട് ചെയ്യുക. ഇവിടെ മറ്റ് സെർവറും മാക്കിൻ്റെ ഒക്കെ ഇവിടെ വെർഷൻസ് ഇവിടെ കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് അതിൽ ഏതാണോ നിങ്ങളത് അത് സെലക്ട് ചെയ്താൽ മതി. അത് സെലക്ട് ചെയ്തുകൊണ്ട് അതിൻ്റെ റൈറ്റ് സൈഡിൽ കാണുന്ന സെർച്ച് എന്നുള്ളത് വീണ്ടും കൊടുക്കുക. അപ്പോൾ ഈ പേജ് ഒന്നുകൂടി റീലോഡായി വരുന്നതാണ്. റീലോഡായി വന്നവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും G3770 MP ഡ്രൈവർ എന്ന് പറഞ്ഞ വെർഷൻ 1 എന്ന് കാണിക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുന്നു. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ വീണ്ടും നെക്സ്റ്റ് പേജിലേക്ക് പോകുന്നതാണ്. ഇവിടെ ഈ കാണുന്ന ഈ ഡൗൺലോഡ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള ഫയൽ ഡൗൺലോഡിങ് ആവുന്നതാണ്. ഇപ്പോൾ ഡൗൺലോഡ് ആയി കഴിയുന്നത് വരെ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. ഡൗൺലോഡ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ജസ്റ്റ് ആ ഡൗൺലോഡ് ചെയ്ത ഫയലിൻ്റെ അവിടെ ഡബിൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇൻസ്റ്റാളേഷൻ ഫയൽ ഓപ്പൺ ആയി വരുന്നതാണ്. അവിടെ നമ്മൾ ഈ റൺ എന്നുള്ളത് കൊടുക്കുന്നു. ഇവിടെ ആദ്യം വരുന്നത് ഇതേപോലെ ആയിരിക്കും. ഇവിടെ നെക്സ്റ്റ് എന്നുള്ളത് താഴെ കാണുന്ന നെക്സ്റ്റ് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുന്നു. നമ്മുടെ ഏരിയയാണ് ചോദിക്കുന്നത്. ഞാനിവിടെ ഏഷ്യ എന്നുള്ളത് സെലക്ട് ചെയ്തിട്ടുണ്ട്. അതിന് ശേഷം നെക്സ്റ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ യെസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. യെസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പ്രിൻ്റർ സെർച്ച് ചെയ്യാൻ തുടങ്ങും. യെസ്, നമ്മൾ ആൾറെഡി USB കണക്ട് ചെയ്തുകൊണ്ട് ഇവിടെ പ്രിൻ്ററിൻ്റെ പേര് കാണിക്കുന്നുണ്ട്. അത് സെലക്ട് ചെയ്താണ് നെക്സ്റ്റ് എന്നുള്ളത് കൊടുക്കുന്നു. അപ്പോൾ ഇൻസ്റ്റാളിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഈ മോഡൽ പ്രിൻ്ററിൽ നിങ്ങൾ ഡ്രൈവർ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് ആദ്യം തന്നെ നിങ്ങൾ കമ്പ്യൂട്ടറും പ്രിൻ്ററും തമ്മിൽ കേബിൾ വഴി കണക്ട് ചെയ്തിരിക്കണം. ഇല്ലെങ്കിൽ നമ്മൾ നേരത്തെ കണ്ട പോലെ അവിടെ സെർച്ച് ചെയ്യുന്ന സമയത്ത് പ്രിൻ്ററിൻ്റെ ലിസ്റ്റ് കാണിക്കത്തില്ല. അപ്പോൾ ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം പറയാനുള്ള കാര്യം, ഇതിന് മുമ്പത്തെ മോഡലുകളെല്ലാം നമ്മൾ അവസാനം ഈ ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞിട്ട് അവസാനം USB കണക്ട് ചെയ്യാൻ പറയും. ആ സമയത്ത് മാത്രമാണ് കണക്ട് ചെയ്യൽ. ഇതിൽ ചെറിയ ഡിഫറൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇൻസ്റ്റാളിങ് ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇവിടെ താഴെ കാണുന്ന എക്സിറ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ഇൻസ്റ്റാളേഷൻ പ്രൊസീജിയർ ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഇനി ഏതെങ്കിലും ഫയൽ അല്ലെങ്കിൽ നമ്മുടെ സോഫ്റ്റ്വെയറിന് പ്രിൻറ്റ് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ അത് സാമ്പിൾ അറിയാൻ വേണ്ടി ഞാൻ ജസ്റ്റ് കൺട്രോൾ പാനൽ ഓപ്പൺ ചെയ്തു. അതിൽ ഡിവൈസസ് ആൻഡ് പ്രിൻറ്റേഴ്സ് എന്ന ഓപ്ഷൻ ഉണ്ട്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ആ ഡിവൈസ് ആൻഡ് പ്രിൻറ്റേഴ്സ് എന്ന ഓപ്ഷൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട്.
അവിടെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത പ്രിൻ്ററിൻ്റെ സീരീസ് കാണിക്കുന്നുണ്ട്. പ്രിൻ്ററിൻ്റെ പേര് G3770 ആണെങ്കിലും പ്രിൻ്ററിൻ്റെ ഡ്രൈവറിൽ കാണിക്കുക Canon G3070 എന്നായിരിക്കും. അപ്പം ആ പേരിൻ്റെ അവിടെ ജസ്റ്റ് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. അതിൽ പ്രിൻ്റർ പ്രോപ്പർട്ടീസ് ഓപ്പൺ ചെയ്യുക. അവിടെ താഴെ കാണുന്ന പ്രിൻ്റ് ടെസ്റ്റ് പേജ് എന്നുള്ള കമാൻഡ് ക്ലിക്ക് ചെയ്യുന്നു. അതോടുകൂടി എൻ്റെ കമ്പ്യൂട്ടറിൽ നിന്നും പ്രിൻ്ററിലേക്ക് ഒരു ടെസ്റ്റ് പേജ് കമാൻഡ് പോകുന്നതാണ്. പ്രിൻ്റ് ചെയ്ത് വരുന്നുണ്ടോ ഇല്ലയോ എന്ന് നോക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും ട്രബിൾ വരികയാണെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് സിസ്റ്റം ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ്. എല്ലാ പ്രശ്നങ്ങളും അതിൽ സോൾവ് ആവുന്നതാണ്. പ്രിൻ്റ് ചെയ്ത് വരുന്നുണ്ട്, കണ്ടില്ലേ? ഓക്കെ, അപ്പോൾ നമ്മൾ ചെയ്ത പ്രൊസീജിയർ എല്ലാം കറക്റ്റ് ആണെന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇതേപോലെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ എന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.